ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോ ന്യൂമാറ്റിക്സിനെ പറ്റി പഠിച്ചു. അതിൽ സിഗ്നൽ ഇൻപുട്ട് ഡിവൈസസ്, സിഗ്നൽ പ്രോസസ്സിംഗ്, സിഗ്നൽ ഔട്ട്പുട്ട്, ബേസിക് ഇലക്ട്രിക്കൽ ഡിവൈസസ്, പുഷ് ബട്ടൺ സ്വിച്ചസ്, ലിമിറ്റ് സ്വിച്ചസ്, പ്രഷർ സ്വിച്ചസ്, ടെമ്പറേച്ചർ സ്വിച്ചസ്, സോളിനോയിഡ്സ്, 3/2 സിംഗിൾ സോളിനോയിഡ് വാൽവ്, 5/2 സിംഗിൾ സോളിനോയിഡ് വാൽവ്, 5/2 ഡബിൾ സോളിനോയിഡ് വാൽവ്, റിലേ, സിംബൽസ് ഫോർ ഹൈഡ്രോളിക് കമ്പോണൻറ്റ്സ് എന്നിവയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോളിക് ഓയിലുകൾ, അതായത് ഫങ്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രോളിക് ഓയിൽ, types of hydraulic fluids, mineral oil based hydraulic fluids, fire resistant fluids, environmental acceptable hydraulic fluids, controlling of contamination, contamination of oil and its control, types of contamination, hydraulic filters, use of hydraulic filters, types of filters, classification according to the location of hydraulic filters എന്നിവയാണ്. അതിൽ ആദ്യമായിട്ട് ഹൈഡ്രോളിക് ഓയിൽ. ഫങ്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്. ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ പ്രാഥമികമായ ഫങ്ഷൻ പവറിനെ വഹിക്കുക എന്നതാണ്. ഉപയോഗത്തിൽ ഇങ്ങനെയാണെങ്കിലും ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ മറ്റു പ്രധാന ഫങ്ഷനുകൾ, അതായത് ഹൈഡ്രോളിക് മെഷീൻ കമ്പോണൻറ്റുകളുടെ സംരക്ഷണം, ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ പ്രധാന ഫങ്ഷനുകളും ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടികളും ആ ഫങ്ഷനെ പെർഫോം ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുന്നത് ടേബിളിൽ കൊടുത്തിരിക്കുന്നു. പേജ് 111 ടേബിൾ നോക്കി മനസ്സിലാക്കുക. അടുത്തത് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്. ISO അനുസരിച്ച് 3 വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലൂയിഡുകൾ അവയുടെ സോഴ്സ് ഓഫ് അവൈലബിലിറ്റിയും ഉപയോഗിക്കുന്ന ആവശ്യവും അനുസരിച്ച് മിനറൽ ഓയിൽ ബേസ്ഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്. ഇവയ്ക്ക് ഒരു മിനറൽ ഓയിൽ ബേസ് ഉള്ളതിനാൽ ഇവയെ മിനറൽ ഓയിൽ ബേസ്ഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നു. ഇത്തരം ഫ്ലൂയിഡുകൾക്ക് ഉയർന്ന പെർഫോമൻസും വിലക്കുറവും ഉണ്ട്. ഈ മിനറൽ ഓയിലുകളെ വീണ്ടും HH, HL, HM എന്ന ഫ്ലൂയിഡുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ടൈപ്പ് HH ഫ്ലൂയിഡുകൾ അഡിറ്റീവുകൾ ഒന്നും ചേർന്നിട്ടില്ലാത്ത റിഫൈൻഡ് മിനറൽ ഓയിൽ ഫ്ലൂയിഡുകൾ ആണ്. ഈ ഫ്ലൂയിഡുകൾക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുണ്ട്. ചില ഉപയോഗങ്ങൾ മാനുവലായിട്ട് ഉപയോഗിക്കുന്ന ജാക്കുകളും പമ്പുകളും ലോ പ്രഷർ ഹൈഡ്രോളിക് സിസ്റ്റം മുതലായവയാണ്. HL ഫ്ലൂയിഡുകൾ ഓക്സിഡൻറ്റുകൾ അടങ്ങിയതും ജലസമ്പർക്കത്തിൽ നിന്നും കെമിക്കൽ അറ്റാക്കിൽ നിന്നും സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന തുരുമ്പിക്കൽ തടയുന്ന വസ്തുക്കളും അടങ്ങിയതാണ്. ഈ ഫ്ലൂയിഡുകൾ പ്രധാനമായും പിസ്റ്റൺ പമ്പ് ആപ്ലിക്കേഷനുകൾക്ക് ഉപയോഗിക്കുന്നു. HM, HL ടൈപ്പ് ഫ്ലൂയിഡുകളുടെ ഒരു വകഭേദം തേയ്മാനരഹിത അഡിറ്റീവുകൾ ചേർത്ത് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫ്ലൂയിഡുകൾ ഫോസ്ഫറസ്, സിങ്ക്, സൾഫർ ഘടകങ്ങൾ എന്നിവ തേയ്മാനരഹിത പ്രോപ്പർട്ടികൾ ലഭിക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഫ്ലൂയിഡുകൾ പ്രധാനമായും ഹൈ പ്രഷർ ഹൈഡ്രോളിക് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്നു. അടുത്തത് ഫയർ റെസിസ്റ്റൻ്റ് ഫ്ലൂയിഡ്സ്. തീ കത്തുമ്പോൾ കുറഞ്ഞ താപം ഉണ്ടാക്കുന്ന ഫ്ലൂയിഡുകൾ. ഈ ഫ്ലൂയിഡുകൾ മിനറൽ ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡുകളേക്കാൾ കത്തുമ്പോൾ കുറഞ്ഞ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. പേര് നിർദ്ദേശിച്ച പോലെ ഈ ഫ്ലൂയിഡുകൾ പ്രധാനമായും അപകട സാധ്യതയുള്ള ഇൻഡസ്ട്രികളിൽ, അതായത് ഫൗണ്ടറികൾ, മിലിറ്ററി മുതലായവയ്ക്ക് ഉപയോഗിക്കുന്നു. ഈ ഫ്ലൂയിഡുകൾ മിനറൽ ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡുകളുമായി കമ്പയർ ചെയ്താൽ താഴ്ന്ന BTU, അതായത് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്,
താഴ്ന്ന BTUവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് വാട്ടർ ഗ്ലൈക്കോൾ, ഫോസ്ഫേറ്റ് എസ്റ്റർ, പോളിയോൺ എസ്റ്റർ എന്നിവ. ISO ഈ ഫ്ലൂയിഡുകളെ HFAE അതായത് സോളുബിൾ ഓയിൽ, HFAS അതായത് ഹൈ വാട്ടർ ബേസ്ഡ് ഫ്ലൂയിഡ്സ്, HFB അതായത് ഇൻവെർട്ട് എമൽഷൻസ്, HFC വാട്ടർ ഗ്ലൈക്കോൾ, HFDR ഫോസ്ഫേറ്റ് എസ്റ്റർ, FRDU പോളിയോൾ എസ്റ്റേഴ്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എൻവയറമെൻ്റൽ അക്സെപ്റ്റബിൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്, പരിസ്ഥിതി സ്വീകാര്യമായ ഹൈഡ്രോളിക് ഫ്ലൂയിഡുകൾ. ഈ ഫ്ലൂയിഡുകൾ അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്നത് എൻവയറമെൻറ്റിലേക്ക് ലീക്കേജോ കവിഞ്ഞുപോകലോ മൂലമുള്ള ഒരു നഷ്ടം എൻവയറമെൻറ്റിലേക്ക് കുറഞ്ഞ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നതിന് കാരണമാകുന്ന ആപ്ലിക്കേഷനിലാണ്. ഈ ഫ്ലൂയിഡുകൾ ജലജീവികൾക്ക് ദോഷകരമായി ബാധിക്കാത്തതും ഇവ ബാക്ടീരിയ മൂലം വിഘടിപ്പിക്കാവുന്നതുമാണ്. ഈ ഫ്ലൂയിഡുകൾ ഫോറസ്ട്രി, കൊയ്ത്തുപകരണം, തീരപ്രദേശത്തെ ഡ്രില്ലിംഗ്, ഡാമുകൾ, കടൽത്തീര ഇൻഡസ്ട്രികൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ISO ഈ ഫ്ലൂയിഡുകളെ HETG അതായത് നാച്ചുറൽ വെജിറ്റബിൾ ഓയിലുകളെ അടിസ്ഥാനമാക്കിയുള്ളത്, HEES സിന്തറ്റിക് എസ്റ്ററുകളെ അടിസ്ഥാനമാക്കിയുള്ളത്, HEPG പോളിഗ്ലൈക്കോൾ ഫ്ലൂയിഡ്സ്, HEPR പോളി ആൽഫോലിഫിൻ ടൈപ്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അടുത്തത് കൺട്രോളിംഗ് ഓഫ് കോണ്ടാമിനേഷൻ, മലിനീകരണത്തിൻ്റെ നിയന്ത്രണം. ഫ്ലൂയിഡ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലായിരിക്കുന്ന സമയത്ത് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്യുക. റിസർവോയർ, എല്ലാ ലൈനുകൾ, സിലിണ്ടറുകൾ, അക്യൂമുലേറ്ററുകൾ, ഫിൽറ്റർ ഹൗസിംഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുന്ന ഏതെങ്കിലും സ്ഥലം എന്നിവയിലേക്ക് ശ്രദ്ധ കൊടുക്കുക. കൂടാതെ ഫിൽറ്ററുകൾ റീപ്ലേസ് ചെയ്യുക. ഒരു ലിനൻ ചേരാത്ത തുണിക്കഷ്ണം കൊണ്ട് റിസർവോയറിലെ എല്ലാ കട്ടിയായ ഫ്ലൂയിഡും ഊറലുകളും ക്ലീൻ ചെയ്യുക. റിസർവോയർ മുഴുവനും ഏതെങ്കിലും സോഫ്റ്റ് ആയതോ ഇളകിയതോ ആയ പെയിൻറ്റിൽ നിന്ന് ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തുക. സിസ്റ്റത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിനോട് സാമ്യവും ഒരു ലോവർ വിസ്കോസിറ്റിയുള്ള ഫ്ലൂയിഡ് കൊണ്ട് ഫ്ലഷ് ചെയ്യുക. ഒരു റെയ്നോൾഡ്സ് നമ്പർ അതായത് റേഷ്യോ ഓഫ് ഇനർഷ്യൽ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ് ഓഫ് എ ഫ്ലൂയിഡ്. റെയ്നോൾഡ്സ് നമ്പർ 2000-നും 4000-നും ഇടയിൽ ലൈനുകളിലെ പാർട്ടിക്കിളുകൾ നീക്കം ചെയ്യാൻ വേണ്ട ഇളകിമറിയൽ കിട്ടുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടതാണ്. സ്ട്രോക്ക് വാൽവുകൾ ഇടവിട്ട് പൂർണ്ണമായി ഫ്ലഷ് ചെയ്ത് എന്ന് ഉറപ്പുവരുത്തുക. ഫ്ലൂയിഡ് ഫിൽറ്റർ ചെയ്ത് ഒരു ലെവൽ അതായത് സിസ്റ്റത്തിൻ്റെ ലക്ഷ്യത്തിനുമേൽ ക്ലിയർ ലെവലുകളിൽ എത്തുന്നതുവരെ ഫ്ലഷിംഗ് തുടരണം. ഉദാഹരണത്തിന് ISO 15, 13, 11 ആണ് ലക്ഷ്യമെങ്കിൽ ISO 14, 12, 10 എത്തുന്നതുവരെ സിസ്റ്റത്തിനെ തുടർച്ചയായി ഫ്ലഷ് ചെയ്യണം. ഫ്ലഷിംഗ് ഫ്ലൂയിഡ് ഹോട്ടായിട്ടും സാധ്യമായ വേഗത്തിലും ഡ്രെയിൻ ചെയ്യുക. ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുകയും റിസർവോയർ വീണ്ടും ഇൻസ്പെക്റ്റ് ചെയ്യുകയോ ക്ലീൻ ചെയ്യുകയോ ചെയ്യുക. സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡിൻ്റെ ഏകദേശം 75% ഫില്ല് ചെയ്യുക. പമ്പിനെ ബ്ലീഡ് ചെയ്യുകയോ വെൻറ്റ് ചെയ്യുകയോ ചെയ്യുക. പമ്പിന് ഒരു പ്രഷർ റിലീഫോ ബൈപ്പാസോ ഉണ്ടെങ്കിൽ അത് വൈഡായിട്ട് ഓപ്പൺ ആക്കേണ്ടതാണ്. പമ്പിനെ 15 സെക്കൻഡ് റൺ ചെയ്തിട്ട് സ്റ്റോപ്പ് ആക്കുകയും 45 സെക്കൻഡ് റെസ്റ്റിനും അനുവദിക്കുക. പമ്പിനെ പ്രൈം ചെയ്യാൻ ഈ പ്രക്രിയ കുറച്ച് സമയത്തേക്ക് ആവർത്തിക്കുക. 1 മിനിറ്റ് നേരത്തേക്ക് പമ്പ് ബൈപ്പാസിലോ പ്രഷർ റിലീഫ് ഓപ്പൺ ആക്കിയോ റൺ ചെയ്യുക. പമ്പ് സ്റ്റോപ്പാക്കി 1 മിനിറ്റ് സമയത്തേക്ക് റെസ്റ്റിന് അനുവദിക്കുക. ബൈപ്പാസ് ക്ലോസ് ചെയ്യുകയും പമ്പ് 5 മിനിറ്റ് നേരത്തേക്ക് ലോഡഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കുക. റിലീഫ് വാൽവിനെ നല്ലപോലെ ഫ്ലഷ് ചെയ്യുന്നെന്ന് കൺഫേം ആക്കാൻ ഇത് ലിഫ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. ആക്ച്വേറ്ററുകളെ ഈ സമയം ഓപ്പറേറ്റ് ചെയ്യരുത്.
പമ്പിനെ സ്റ്റോപ്പ് ചെയ്യുകയും സിസ്റ്റത്തിനെ ഏകദേശം 5 മിനിറ്റ് റെസ്റ്റിന് അനുവദിക്കുക. പമ്പ് സ്റ്റാർട്ട് ചെയ്തും ആക്ച്വേറ്ററുകൾ ഒരു പ്രാവശ്യം കൂടി ഓപ്പറേറ്റ് ചെയ്ത് അടുത്ത ആക്ച്വേറ്റർ ചലിക്കുന്നതിന് മുമ്പായി ഫ്ലൂയിഡ് റിസർവോയറിലേക്ക് റിട്ടേൺ ചെയ്യാൻ അനുവദിക്കുക. അവസാനത്തെ ആക്ച്വേറ്റർ ഓപ്പറേറ്റ് ചെയ്ത ശേഷം സിസ്റ്റം ഷട്ട് ഡൗൺ ആക്കുക. റിസർവോയറിലെ ഫ്ലൂയിഡ് ലെവൽ ശ്രദ്ധിക്കുക. ലെവൽ 25% ഡ്രോപ്പായെങ്കിൽ ഫ്ലൂയിഡ് 50% ഫില്ല് ചെയ്യുക. റിസർവോയറിൽ 75% റീഫിൽ ചെയ്യുകയും സിസ്റ്റം 5 മിനിറ്റ് ഇൻ്റർവെല്ലുകളിൽ റൺ ചെയ്യുക. ഓരോ ഷട്ട് ഡൗണിലും സിസ്റ്റത്തിൽ നിന്നുള്ള എയർ ബ്ലീഡ് ചെയ്യുക. പമ്പിനകത്ത് ക്യാവിറ്റികൾ രൂപപ്പെടുന്നെങ്കിൽ അത് സൗണ്ട് വഴി കണ്ടുപിടിക്കാൻ സിസ്റ്റത്തിലേക്ക് കൂടുതൽ ജാഗ്രത വേണം. സിസ്റ്റം 30 മിനിറ്റ് നേരം റൺ ചെയ്ത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ നോർമലിലേക്ക് കൊണ്ടുവരിക. സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് ഫിൽറ്ററുകൾ റീപ്ലേസ് ചെയ്യുക. വീണ്ടും മലിനീകരണത്തിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണം റിസർവോയറിലുണ്ടോ എന്ന് പരിശോധിക്കുക. വീണ്ടും മലിനീകരണത്തിൻ്റെ സൂചന പ്രകടമാകുന്നെങ്കിൽ വീണ്ടും ഡ്രെയിൻ ചെയ്ത് ഫ്ലഷ് ചെയ്യുക. 6 മണിക്കൂർ പ്രവർത്തിച്ച ശേഷം സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് ഫിൽറ്ററുകൾ റീപ്ലേസ് ചെയ്യുകയും ഫ്ലൂയിഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യുക. സാമ്പിൾ പരിശോധനകളുടെ ഇടവേള കൂട്ടി സിസ്റ്റത്തിലെ ഫ്ലൂയിഡ് ഗുണമുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. അടുത്തത് കോണ്ടാമിനേഷൻ ഓഫ് ഓയിൽ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. ഓയിലിൻ്റെ മലിനീകരണവും അതിൻ്റെ നിയന്ത്രണവും. ഹൈഡ്രോളിക് സിസ്റ്റങ്ങളിലെ മലിനീകരണം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പാർട്ടിക്കിൾ മലിനീകരണം, അതായത് ഒരു വിയർപ്പിൽ നിന്നുള്ള മെറ്റൽ പാർട്ടിക്കിൾ, അഴുക്കിൻ്റെ പ്രവേശനം. പാർട്ടിക്കിൾ മലിനീകരണം അല്ലെങ്കിൽ കെമിക്കൽ വസ്തുക്കൾ, അതായത് വാട്ടർ, എയർ, ഹീറ്റ് മുതലായവ. മലിനീകരണം മൂലമുള്ള തകരാറുകൾക്ക് ഉദാഹരണങ്ങൾ: വേഗത്തിലുള്ള കമ്പോണൻ്റ് വിയർ, ഓറിഫിസ് ബ്ലോക്കാകൽ, റസ്റ്റിൻ്റെ രൂപപ്പെടൽ അല്ലെങ്കിൽ മറ്റ് ഓക്സിഡേഷൻ, അഡിറ്റീവുകളുടെ ഒഴുകിപ്പോകൽ, മറ്റ് കെമിക്കലുകളുടെ രൂപപ്പെടൽ, ഓയിൽ നിലവാരം കുറയൽ എന്നിവയാണ്. അടുത്ത ടൈപ്സ് ഓഫ് കോണ്ടാമിനേഷൻ, മലിനീകരണത്തിൻ്റെ തരങ്ങൾ. പാർട്ടിക്കിൾ കോണ്ടാമിനൻസ്, മലിനവസ്തുക്കളുടെ പാർട്ടിക്കിൾ. പാർട്ടിക്കിൾ സൈസുകൾ സാധാരണ മെഷർ ചെയ്യുന്നത് മൈക്രോമീറ്ററുകളിലോ അല്ലെങ്കിൽ മൈക്രോണിലോ ആണ്. മൈക്രോണുകളുടെ ചില ഉദാഹരണങ്ങൾ: ഉപ്പിൻ്റെ തരി 100 മൈക്രോൺ, ഹ്യൂമൻ ഹെയർ 70 മൈക്രോൺ, കാഴ്ചയുടെ ലോവർ ലിമിറ്റ് 40 മൈക്രോൺ, മില്ലിലെ മാവിൻ്റെ തരി 25 മൈക്രോൺ, ബാക്ടീരിയയുടെ ആവറേജ് സൈസ് 2 മൈക്രോൺ. മിക്കവാറുമുള്ള തകരാറുകൾക്ക് കാരണം ഹൈഡ്രോളിക്സിലെ പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ 14 മൈക്രോണിൽ താഴെയുള്ള ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റങ്ങളിലും അതിനെ കാണാൻ കഴിയാത്തതാണ്. അടുത്ത് കെമിക്കൽ കോണ്ടാമിനേഷൻ, രാസമാലിന്യങ്ങൾ. വാട്ടർ. ഏറ്റവും പൊതുവായ രാസമാലിന്യം ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ വാട്ടർ ആണ്. ഹൈഡ്രോളിക് ഓയിലിലെ വാട്ടറിൻ്റെ സാന്നിധ്യം സിസ്റ്റം കമ്പോണൻറ്റുകളിൽ വിപുലമായി ബാധിക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതിനാൽ ഇതിൻ്റെ ഫലം ഹൈഡ്രോളിക് ഓയിലിൻ്റെ ഫിസിക്കലും കെമിക്കലുമായ പ്രോപ്പർട്ടികളെ ബാധിക്കുന്നു. ടാങ്കുകളിലെ റസ്റ്റ്, ലൂബ്രിക്കേഷൻ സ്വഭാവ സവിശേഷതകളെ കുറയ്ക്കുന്നതിൻ്റെ ഫലമായി മെറ്റൽ സർഫസിലെ വിയറിൻ്റെ വേഗത കൂട്ടുന്നത് അധികമുള്ള വാട്ടറിൻ്റെ ഏറ്റവും ചില വ്യക്തമായ ഫിസിക്കൽ ഫലങ്ങളാണ്. എങ്ങനെയായാലും ഈ ഫലങ്ങൾ ഭിന്നമാകുന്നതിനാൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഐസ് ക്രിസ്റ്റലുകൾ മൂലം കമ്പോണൻറ്റുകൾ ജാമാകുന്നു. കെമിക്കൽ ഫലങ്ങൾ ഉൾപ്പെടുന്നത് അഡിറ്റീവ് ഒഴിവാക്കൽ അല്ലെങ്കിൽ നിക്ഷേപിക്കൽ, ഓക്സീകരണം, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപപ്പെടുന്ന ആസിഡുകൾ, ആൽക്കഹോളുകൾ അല്ലെങ്കിൽ കട്ടിയായ ഓയിൽ. ഇത് വാട്ടർ മൂലം മലിനമായി അതിൻ്റെ പൂർണ്ണ പരിധിക്ക് മുകളിലാവുമ്പോൾ ഓയിൽ ഇരുണ്ടതാകുന്നു. അടുത്തത് എയർ. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ എയറിന് നിലനിൽക്കാൻ കഴിയുന്നത് ഒന്നുകിൽ ഡിസോൾവ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അൺഡിസോൾവ്ഡ് ആയിട്ടോ ഉള്ള അവസ്ഥയിലാണ്. ഡിസോൾവ്ഡ് എയർ ഒരു പ്രശ്നവും പ്രകടിപ്പിക്കണമെന്നില്ല, സൊല്യൂഷനിൽ സ്റ്റേ ചെയ്ത് സംഭരിക്കുന്നു.
അൺഡിസോൾവ്ഡ് എയർ അടങ്ങിയ ഒരു ലിക്വിഡ് സിസ്റ്റം കമ്പോണൻറ്റുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പ്രഷർ ചേഞ്ചുകൾക്ക്, അതായത് എയറിനെ കംപ്രസ് ചെയ്യുകയും എയർ ബബിളുകളിൽ വലിയ അളവിൽ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കാനും കഴിയുന്നു. എയറിൻ്റെ ഈ കംപ്രസിബിലിറ്റി എന്നത് സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഓയിൽ റിസർവോയറിൽ എയർ ബബിളുകളും നുരയും പതയും ഉണ്ടാകലും പമ്പുകൾക്ക് വലിയ തകരാറിന് കാരണം, അല്ലെങ്കിൽ ടാങ്കിന് വെളിയിൽ ഓയിൽ ബോയിൽ ചെയ്യാൻ കാരണമാകും. അടുത്ത ഹീറ്റ്. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ അധിക ഹീറ്റിൻ്റെ ഫലം അഡിറ്റീവ് ചോർത്തിക്കളയാൻ അല്ലെങ്കിൽ ഓയിലിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോളിക് ഫിൽറ്റർ. സോളിഡ് ആയിട്ടുള്ള മലിനവസ്തുക്കളെ നീക്കം ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഫിൽറ്റർ. ഹൈഡ്രോളിക് ഫിൽറ്ററുകൾ പല ഷേപ്പുകളിലും സൈസുകളിലും മൈക്രോൺ നിരക്കുകളിൽ ഉള്ളതും നിർമ്മാണ വസ്തുക്കളും ലഭ്യമാണ്. ഹൈഡ്രോളിക് ഫിൽറ്ററുകൾ പ്രൊട്ടക്ഷൻ പരിപോഷിപ്പിക്കാനും ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബ്രേക്ക് ഡൗൺ മിക്കവാറും ഏറെക്കുറെ മലിനീകരണം വഴി കാരണമാകുന്നത് മിനിമൈസ് ചെയ്യാനും ഉണ്ടാക്കിയിരിക്കുന്നു. ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ഒരു ഫിൽറ്ററിൻ്റെ ലൈഫ് പ്രാഥമികമായി ഡിപ്പെൻഡ് ചെയ്യുന്നത് സിസ്റ്റം പ്രഷർ, മലിനീകരണത്തിൻ്റെ പരിധി, മലിനവസ്തുക്കളുടെ നേച്ചർ എന്നിവയാണ്. സാധാരണ ഉപയോഗിക്കുന്ന 2 പദങ്ങളാണ് ഫിൽറ്ററും സ്ട്രെയിനറും. അടുത്ത യൂസ് ഓഫ് ഹൈഡ്രോളിക് ഫിൽറ്റേഴ്സ്. ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ അല്ലെങ്കിൽ മോശമായ ഫംഗ്ഷൻ്റെ പ്രധാന കാരണം ഹൈഡ്രോളിക് ഓയിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ മലിനീകരണമാണ്. ഹൈഡ്രോളിക് ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ഓയിലിൽ നിന്ന് മലിനീകരണം നീക്കം ചെയ്യാനും കൈകാര്യം ചെയ്യാനും വേണ്ടിയാണ്. ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് കേടുവരുത്തുന്ന ഏത് പദാർത്ഥവും ഹൈഡ്രോളിക് ഫ്ലൂയിഡിലെ മലിനവസ്തുക്കളെ വിശദമായി ഡിഫൈൻ ചെയ്യുന്നു. മലിനവസ്തുക്കളെ തരംതിരിച്ചിരിക്കുന്നത് സോളിഡ്സ്, ലിക്വിഡ്സ്, ഗേഷ്യസ്, ബാക്ടീരിയ, ഓർഗാനിക് എന്നിവയാണ്. അടുത്ത ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ സാധാരണയായിട്ട് 4 തരം ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. മെക്കാനിക്കൽ ഫിൽറ്റർ, അബ്സോർബൻ്റ് ഫിൽറ്റർ, അഡ്സോർബൻ്റ് ഫിൽറ്റർ, മാഗ്നറ്റിക് ഫിൽറ്റർ. മെക്കാനിക്കൽ ഫിൽറ്റർ. മെക്കാനിക്കൽ ഫിൽറ്ററുകളിൽ അടുപ്പിച്ച് നെയ്ത മെറ്റൽ സ്ക്രീനുകൾ അല്ലെങ്കിൽ ഡിസ്കുകൾ ഉൾക്കൊള്ളുന്നു. ഇവ സാധാരണ ഏറെക്കുറെ പരുക്കനായ പാർട്ടിക്കിളുകളെ നീക്കം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. മെക്കാനിക്കൽ ഫിൽറ്റർ സ്ട്രെയിനർ എന്നും ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ അറിയപ്പെടുന്നു. ഈ ഫിൽറ്ററുകൾ പമ്പിൻ്റെ സക്ഷൻ ലൈനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഹൈഡ്രോളിക് ഓയിൽ റിസർവോയറിൽ നിന്ന് ഫിൽറ്ററിൽ കൂടി ഡ്രോൺ ചെയ്യുന്നു. ചിത്രം 1 നോക്കുക. മെക്കാനിക്കൽ ഫിൽറ്ററിൻ്റെ ഗ്രേഡ് 60 തൊട്ട് 100 മൈക്രോണാണ്. However, the new Omega type strainer features a straight flow path, and its screen is located on the intake. This structure allows a larger space for the flow path on the outlet, thanks to the eccentricity, reducing the pressure loss. Moreover, foreign substances accumulate on the central part of the screen, so that the fluid can flow on the left and right sides of the screen, protecting the strainer against damage. അടുത്ത അബ്സോർബൻ്റ് ഫിൽറ്റർ. അബ്സോർബൻ്റ് ഫിൽറ്ററുകൾ, അതായത് കോട്ടൺ, വുഡ് പൾപ്പ്, യാം, ക്ലോത്ത് അല്ലെങ്കിൽ റെസിൻ എന്നിവ വളരെ ചെറിയ പാർട്ടിക്കിളുകളെ നീക്കം ചെയ്യുന്നു. ചിലത് വാട്ടറും വാട്ടർ സോളുബിൾ ആയ മലിനവസ്തുക്കളെയും നീക്കം ചെയ്യുന്നു. ഈ ഭാഗങ്ങൾ മിക്കവാറും ഹൈഡ്രോളിക് ഓയിലിലെ മാലിന്യങ്ങളെ അട്രാക്റ്റ് ചെയ്ത് അവയിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. ഈ ഫിൽറ്ററുകൾ പമ്പിൻ്റെ പ്രഷർ പോർട്ടിൽ ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ പ്രഷർ ലൈനിൽ സ്ഥാപിക്കുന്നു. ഈ ഫിൽറ്റർ മാക്സിമം ഓപ്പറേറ്റിംഗ് പ്രഷർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ബലിഷ്ഠമായ ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രം 2 നോക്കുക. അടുത്തത് അഡ്സോർബൻ്റ് ഫിൽറ്റർ. അഡ്സോർബൻ്റ് ഫിൽറ്റർ പലതരത്തിലുള്ള പ്രത്യേക വസ്തുക്കളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അഡ്സോർബൻ്റ് ഫിൽറ്ററുകളിൽ ക്ലേ, കെമിക്കലി ട്രീറ്റഡ് പേപ്പർ, ഡെസിക്കൻ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ചിത്രം 3 നോക്കുക.
അടുത്ത മാഗ്നറ്റിക് ഫിൽറ്റർ. മാഗ്നറ്റിക് ഫിൽറ്ററുകൾ അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്നത് ഓയിലിൽ നിന്നുള്ള ഫെറസ് മെറ്റീരിയലും അതിൻ്റെ കൂടെയുള്ള മാലിന്യവും നീക്കം ചെയ്യുന്നതിനാണ്. മാഗ്നറ്റുകൾ ജോമെട്രിക്കലായിട്ട് ഫിൽറ്ററിൻ്റെ ഔട്ട്സൈഡിലോ ഇൻസൈഡിലോ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാൽ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഓയിലിൽ നിന്നുള്ള ഫെറസ് പാർട്ടിക്കിളുകളെ തടയാൻ സഹായിക്കുന്നതിനായി പ്രൊഡ്യൂസ് ചെയ്യുന്നു. മിക്കവാറും മാഗ്നറ്റിക് ഫിൽറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പെർമനൻ്റ് മാഗ്നറ്റ് ഉപയോഗിക്കുന്നു. ഈ ഫിൽറ്ററുകൾ സാധാരണ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു. പക്ഷേ ഇവ ലോ പ്രഷർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുകളിലും ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നു. ഫിൽറ്റർ മാഗ്നറ്റിക് റിങ് കൊണ്ട് ആവരണം ചെയ്ത് സ്റ്റീൽ ഫിൽറ്റർ ബൗളിൽ കൂടി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ട്രാൻസ്മിറ്റ് ചെയ്ത് ഫെറോ മാഗ്നറ്റിക് അവശിഷ്ടങ്ങൾ ട്രാപ്പ് ചെയ്യുന്നതിനായി ബൗളിൻ്റെ ഇൻറ്റേർണൽ സർഫസിന് എതിരായിട്ട് ടൈറ്റായിട്ട് പിടിപ്പിച്ചിരിക്കുന്നു. ഇത് സർവീസിംഗ് സമയത്ത് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നു. ചിത്രം 4 നോക്കുക. സാധാരണ ഫിൽറ്റർ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ അവയുടെ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അവ സക്ഷൻ സ്ട്രെയിനർ, പ്രഷർ ലൈൻ ഫിൽറ്റർ, റിട്ടേൺ ലൈൻ ഫിൽറ്റർ, ഓഫ് ലൈൻ ഫിൽറ്റർ എന്നിവയാണ്. അടുത്ത് സക്ഷൻ സ്ട്രെയിനർ. സക്ഷൻ ഫിൽറ്ററുകൾ ഫ്ലൂയിഡ് മലിനീകരണത്തിൽ നിന്ന് പമ്പിനെ സംരക്ഷിക്കുന്നു. ഇവ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പമ്പിൻ്റെ ഇൻലെറ്റ് ബോട്ടിലേക്ക് മുകളിലോട്ടൊഴുകുന്ന ഭാഗത്താണ്. ഇൻലെറ്റ് സ്ട്രെയിനറുകൾ ടാങ്കിലെ ഫ്ലൂയിഡിൽ മുങ്ങിയിരിക്കുന്നു. പമ്പുകളുടെ ക്യാവിറ്റേഷൻ ലിമിറ്റേഷനുകൾ മൂലം സക്ഷൻ ഫിൽറ്ററുകൾക്ക് താരതമ്യേന കോഴ്സ് എലമെൻറ്റുകളാണ് ഉള്ളത്. ചിത്രം 5 നോക്കുക. അടുത്ത റിട്ടേൺ ലൈൻ ഫിൽറ്റർ. പമ്പ് പ്രത്യേകിച്ചും മലിനീകരണത്താൽ സെൻസിറ്റീവ് ആകുന്നെങ്കിൽ റിട്ടേൺ ലൈൻ ഫിൽറ്ററുകൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും യോജിച്ചതാണ്. മിക്കവാറും സിസ്റ്റങ്ങളിൽ റിട്ടേൺ ലൈൻ ഫിൽറ്റർ ഫ്ലൂയിഡ് റിസർവോയറിൽ എത്തുന്നതിന് മുമ്പ് കടന്നു പോകുന്ന അവസാനത്തെ കമ്പോണൻ്റാണ് ഇത്. അതുകൊണ്ട് ഇത് സിസ്റ്റത്തിലെ എല്ലാ വർക്കിംഗ് കമ്പോണൻറ്റുകളിലെ തേയ്മാനം ഉണ്ടാക്കുന്ന അവശിഷ്ടങ്ങളെ പിടിച്ചെടുക്കുന്നു. ഏതെങ്കിലും പാർട്ടുകളെ തേഞ്ഞുപോയ സിലിണ്ടർ റോഡ് സീലുകളിൽ കൂടി പ്രവേശിക്കുന്നതിന് മുമ്പ് അത്തരം മലിന വസ്തുക്കൾക്ക് പമ്പിൽ കടക്കാൻ കഴിയുകയും അങ്ങനെ തിരിച്ച് സിസ്റ്റത്തിലേക്ക് തന്നെ പമ്പ് ചെയ്യുന്നു. ഈ ഫിൽറ്റർ റിസർവോയറിൽ നിന്ന് തൊട്ടടുത്ത് മുകളിലേക്ക് ഒഴുകുന്ന ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രഷർ നിരക്കും ചിലവും താരതമ്യേന കുറയ്ക്കാൻ കഴിയുന്നു. ചിത്രം 6 നോക്കുക. Return line filters. Return line filters clean the oil contained in the system as it flows back into the oil tank. Tank top installation allows for a compact design. The filter element retains all the contamination created within the system and flushed out of the circuit. അടുത്ത പ്രഷർ ലൈൻ ഫിൽറ്റർ. പ്രഷർ ഫിൽറ്ററുകൾ സിസ്റ്റം പമ്പിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നിടത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവ സിസ്റ്റം പ്രഷർ ഹാൻഡിൽ ചെയ്യത്തക്ക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്രഷർ ലൈനിലെ സ്പെസിഫിക് ഫ്ലോ റേറ്റിന് വേണ്ടി സൈസാക്കിയതുമാണ്. പ്രഷർ ഫിൽറ്ററുകൾ പമ്പിൽ നിന്ന് തൊട്ട് താഴോട്ടൊഴുകുന്ന ലൈനിൽ ലൊക്കേറ്റ് ചെയ്യുന്നതിനാൽ ഇവ പ്രത്യേകിച്ചും സെൻസിറ്റീവ് കമ്പോണൻറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ യോജിച്ചതാണ്.
അതായത് സെർവോ വാൽവുകൾ. കൂടാതെ ഇവ പമ്പ് ജനറേറ്റ് ചെയ്യുന്ന ഏതു മലിനീകരണത്തിൽ നിന്നും സിസ്റ്റം മുഴുവനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ചിത്രം 7 നോക്കുക. അടുത്ത ഓഫ് ലൈൻ ഫിൽറ്റർ. ഒരു ഓഫ് ലൈൻ ഫിൽട്രേഷൻ സർക്യൂട്ടിൽ അതിൽ തന്നെയുള്ള പമ്പ്, ഇലക്ട്രിക് മോട്ടോർ, ഒരു ഫിൽറ്റർ, അനുയോജ്യമായ കണക്റ്റിംഗ് ഹാർഡ്വെയർ എന്നിവ ഉൾപ്പെടുന്നതാണ്. ഈ ഭാഗങ്ങൾ ഓഫ് ലൈൻ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ചെറിയ സബ് സിസ്റ്റം വർക്കിംഗ് ലൈനിൽ നിന്ന് സെപ്പറേറ്റ് ആകുകയോ അല്ലെങ്കിൽ ഇത് ഒരു ഫ്ലൂയിഡ് കൂളിംഗ് ലൂപ്പിൽ ഉൾപ്പെടുകയോ ആകാം. ഫ്ലൂയിഡ് തുടർച്ചയായി റിസർവോയറിന് വെളിയിൽ ഓഫ് ലൈൻ ഫിൽറ്ററിൽ കൂടിയും തിരിച്ചും റിസർവോയറിലേക്ക് പമ്പ് ചെയ്യുന്നു. ചിത്രം 8 നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ പഠിക്കുന്നതിനായി ടെക്സ്റ്റ് ബുക്ക് നോക്കുക.